നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം സലീമേട്ടൻ. പ്രതിഷ്ഠ നേടാൻ കൊതിച്ചതാണ് ഈ നെഞ്ച തകർത്തടുക്കി പെട്ടിയിലാക്കില്ലേ പ്രഭാതം വിടരും നേരം കുളിച്ച് റെഡിയായി വന്നു കൊതിച്ച പെണ്ണോ ചീത്ത വിളിച്ചില്ലേ എളിപ്പനായി വിഷണ്ണനായി ഏകാന്തനായി ഞാൻ നിന്നു എളിപ്പനായി വിഷണ്ണനായി ഏകാന്തനായി ഞാൻ നിന്നു പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൻ മൈതാനത്ത് ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ വരില്ല നീ നമ്മുടെ സ്വന്തം പ്രധാനിയായി നിന്ന് പരീക്ഷയിൽ ഞാൻ തുന്നാൻ പാടില്ലേ കൊട്ടാരത്തിൻ മുന്നിൽ പകച്ചു നിന്നു മാതാപിതാക്കൾ ഗുണ്ടകളായില്ലേ എളിപ്പനായി വിഷണ്ണനായി ഏകാന്തനായി ഞാൻ നിന്നു എളിപ്പനായി വിഷണ്ണനായി ഏകാന്തനായി ഞാൻ നിന്നു പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൻ മൈതാനത്ത് ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ അഴകോലും പെൺമൈനെ കൊതിക്കുന്നു ഞാൻ നിന്നെ ചെന്താമര വിരിയും പോലൊരു പുഞ്ചിരി നൽകൂലേ പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൻ മൈതാനത്ത് ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൻ മൈതാനത്ത് ഒരു വാക്കും മിണ്ടാതെ നീ വെൽക്കം ടു കോമഡി മാസ്റ്റർ ഞങ്ങൾക്കില്ലേ രണ്ട് ഉഗ്രനുമ്മ എനിക്കും കൂടി സലീമേട്ടന്റെ വരവ് കണ്ടപ്പോ തന്നെ നമ്മുടെ എല്ലാവരുടെയും മനസ്സ് നിറഞ്ഞു. നമ്മുടെ എനർജിയുടെ നെക്സ്റ്റ് സലീമേട്ടാ, നിങ്ങളുടെ ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. കൂട്ടുകാരും ജൂനിയേഴ്സ് സീനിയേഴ്സും എല്ലാരും ഉണ്ട്. അങ്ങോട്ടേക്ക് ഇരിക്കാട്ടോ. വിശേഷങ്ങൾ നാഷണൽ അവാർഡ് ഞങ്ങൾ എടുക്കും. അതുകൊണ്ടാണ് ഇത് ഞങ്ങൾ എടുക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു നാഷണൽ അവാർഡ്, അവിടെ നിങ്ങൾ ബഹളം വെക്കല്ലേ. നാഷണൽ അവാർഡ് തമ്മിൽ ഒരു ഹായ് പറയാം. ശരിക്കും നാഷണൽ അവാർഡ്, സിനിമ, അതിന് മുമ്പും വളരെ ഹൃദ്യമായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നമ്മൾ ഈ പറഞ്ഞു വന്ന 80-കൾ. സലീമേട്ടൻ സിനിമയിലേക്ക് വന്നത് 90s-ലാണ്. പക്ഷെ അദ്ദേഹം അതിന് മുൻപ് ഈ പറഞ്ഞതുപോലെ യുവജനോത്സവങ്ങളിൽ മുതൽ മിമിക്രി കലാമേഖല, ഹാസ്യ കലാമേഖലയിൽ വളരെ സജീവമായിട്ട് ഒരാളായിരുന്നു സലീമേട്ടൻ, അല്ലേ? ചേട്ടൻ ആരുടെ, നമ്മുടെ ഈ കൂട്ടത്തിലിരിക്കുന്ന പ്രസാദേട്ടനൊക്കെ വളരെ സീനിയർ ആണല്ലോ. നമ്മുടെ കൂട്ടത്തിലിരിക്കുന്ന പ്രസാദേട്ടന്റെ ഒക്കെ ആദ്യത്തെ കോമഡി അല്ലെങ്കിൽ പെർഫോമൻസ് കാണുന്നത് എപ്പോഴാണ്? പ്രസാദേട്ടന്റെ കലാഭവനിൽ വെച്ചാണ്. കലാഭവനില് ഈ 84 എന്റെ ഓർമ്മ. ഓക്കെ. ഞാൻ SSLC പഠിക്കുമ്പോ മൂത്തകുന്നം അമ്പലമുണ്ട്, അവിടെ കലാഭവന്റെ മിംസ് പരേഡ് വന്നു. അന്നാണ് പ്രസാദേട്ടന്റെ ഒക്കെ പരിപാടി ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അടിപൊളി. സലീമേട്ടൻ എപ്പോഴാണ് ആദ്യമായിട്ട് മിമിക്രി ചെയ്യുന്നത്? അതെനിക്ക് ഓർമ്മയില്ല. എന്നാലും 10ാം ക്ലാസ് സ്കൂൾ കാലഘട്ടത്തിൽ ചെയ്തിരുന്നോ? ചെയ്തിരുന്നു. എന്തായിരുന്നു അന്ന് ചെയ്തിരുന്നത്? അന്ന് ബാലേന്ദ്രമേനോൻ, വി കെ എബ്രഹാം, ദുൽഖർ സൽമാൻ ഇപ്പൊ ചെയ്യും. പൂജപ്പുര രവി. ഒരു കഥാപ്രസംഗമുണ്ട്. ഒരു കഥാപ്രസംഗമുണ്ട്. അല്ല, ഇതൊന്നും അല്ല കേട്ടോ. സലീം കുമാർ അവതരിപ്പിച്ചിരുന്ന ഇതൊന്നുമല്ല. കാരണം ആദ്യമായിട്ട് രാഷ്ട്രീയ നേതാക്കന്മാരെ കേരളത്തിൽ അവതരിപ്പിച്ചത് സലീം കുമാർ ആയിരുന്നു. അത് അവതരിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് യൂണിവേഴ്സിറ്റിയിൽ
സിനിമയിൽ 1ാം സമ്മാനം ലഭിച്ചത്. സൂപ്പർ. കെ കരുണാകരൻ. കരുണാകരൻ. പക്ഷെ അന്ന് 2ാം സമ്മാനം ലഭിച്ചത് ആരാന്നറിയോ? രണ്ടാം സമ്മാനം ലഭിച്ച ആരാണ്? പക്രുചേട്ടന്റെ പേര് പറയാനാണ് പക്രുചേട്ടൻ. പക്രുചേട്ടന്. പിന്നെ മൂന്നാം അതുണ്ട്. സമ്മാനം കിട്ടിയത് ആർക്കാണ്? ടിനിച്ചേട്ടനാണോ? ടിനിക്ക് അവരൊന്നും രക്ഷപ്പെട്ടില്ലെന്നുള്ളതാണ്. ഇപ്പോഴും ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. അതായത് ആ കോമ്പറ്റീഷനിൽ 1ാം സമ്മാനം സലീമേട്ടൻ, 2ാം സമ്മാനം പക്രുചേട്ടൻ, 3ാം സമ്മാനം ടിനിച്ചേട്ടൻ. അടിപൊളി. പിന്നെ എങ്ങനെയാണ് സിനിമയിലേക്ക് പോകുന്നത്? ഇതുപോലെ ഏതെങ്കിലും പെർഫോമൻസ് കണ്ടിട്ട് ഒരു വിളി വന്നിട്ടാണോ വരുന്നത്? അല്ല, ഇത് മനസ്സിലാക്കണോ, ഇവര് ഒന്നിനും കക്കാൻ പോകും അല്ലെങ്കിൽ സിനിമക്ക് പോകും. അപ്പൊ നല്ലത് സിനിമക്ക് കയറ്റി വിട്ടേക്കാന്ന് വെച്ചിട്ട് വിട്ട് കാണും. അത് തന്നെ. പിന്നെ സലീമേട്ടൻ ഫൺ ഫാക്ട്സ് എന്ന് പറയുന്ന പോലെ കുറച്ച് കാര്യങ്ങളുണ്ട്. സലീമേട്ടന്റെ വീടിന്റെ പേര് എന്താണെന്നറിയോ? ലാഫിംഗ് വില്ല. എന്താ വീട്ടിൽ എപ്പോഴും ചിരിയാണോ? വീട്ടിൽ ചിരിയല്ല, ചിരി വിറ്റ കാശ് കൊണ്ടാണല്ലോ ആ വീട് പണിത്. അതുകൊണ്ട് അപ്പൊ അതിനോടൊരു നന്ദി രേഖപ്പെടുത്തുക. ഇറ്റ് മേക്സ് സെൻസ് അല്ലേ? അല്ല, ഈ ലാഫിംഗ് വില്ല എന്ന് പേരിട്ടപ്പോ തന്നെയാണ് ഈ പേര് വീടിനിട്ടത് അടിപൊളി. പക്ഷെ പിള്ളേരുടെ പേരിട്ടേക്കുന്ന ആരോമലും ചന്തു. ആരോമലും ചന്തു വാർ ഇവരെ യുദ്ധത്തിന് ഇറക്കാനായിട്ട് അങ്ങനെ എന്തെങ്കിലും വിചാരിച്ചോ? എന്തുകൊണ്ടാണ് ആരോമലും ചന്തു എന്നിട്ടെ അത് ചന്തു എന്നാണ് ആദ്യം ഇട്ടത്. ഇട്ടത്? അത് മമ്മൂക്കിനോടുള്ള ഒരു ആദരവിന്റെ പേരിലിട്ടാണ്. അറിയോ? അതെ, വടക്കം വീരാദർ ചന്തു ആണ് അതിന് ഇൻസ്പിറേഷൻ. അപ്പൊ ചന്തു എന്ന് ഇട്ട് കഴിഞ്ഞപ്പോ അതിന് ചേർന്ന പേര് കെടുക്കട്ടെ ആരോമലി. ഞാൻ കുട്ടി ഉണ്ടാവുന്നതിന് മുമ്പ് എന്റെ ഭാര്യനോട് പറഞ്ഞു, ആൺകുട്ടിയാണെങ്കിൽ ചന്തു, പെൺകുട്ടിയാണെങ്കിൽ ആർച്ച. അപ്പൊ അടുത്ത കുട്ടിക്ക് ഇടാൻ വേണ്ടി ആർച്ച എന്ന് വെച്ചിരുന്നാണ്. അതും പെണ്ണായി പോയി, ആണായി പോയി. അങ്ങനെ ആരോമൽ. അപ്പൊ ആരോമൽ നിന്നിട്ട് അങ്ങനെ. സലീമേട്ടനൊരു ട്രൂപ്പ് ഉണ്ടായിരുന്നല്ലോ അല്ലേ? ആ ട്രൂപ്പിലുള്ള ആർട്ടിസ്റ്റുകൾ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ആരുമില്ല. സലിയപ്പന്റെ ഒപ്പം ഞാൻ പ്രോഗ്രാമിനും ടിവി ഷോയിനും കൂടെ അതിവിടെ കൊണ്ടുണ്ട്. പക്രുവൊക്കെ ഉണ്ടായിരുന്നു. പിഷാരടി ആയിരുന്നു അതിന്റെ ലീഡർ. പിഷാരടി ആയിരുന്നു. ഞാൻ വാർത്തെടുത്ത് കഷ്ടപ്പെട്ട് വാർത്തെടുത്ത പിഷാരടിയാണ്. ഞാനൊരു പ്രോഗ്രാമിന് ചെല്ലുമ്പോ ഇവരുടെ ട്രൂപ്പിന്റെ പ്രോഗ്രാമാ. അന്ന് സത്യമാഷ അനുകരിക്കുന്ന പിഷാരടി. അതൊന്നും ശരിയായിട്ടില്ല. അത് അവൻ മമ്മൂട്ടിനെ, പിഷാരടി, പഴയ പിഷാരടി മമ്മൂട്ടിനെ ഇമിറ്റേറ്റ് ചെയ്തിട്ടുണ്ട്. പിഷാരടിയാണ് നമ്മുടെ വിഷയം. അവന് നമുക്ക് അവൻ ഭയങ്കര അങ്ങ് നടക്കുക. തൃപ്പൂണിത്തറയിൽ മമ്മൂട്ടി എടുക്കുന്ന ഒരുത്തരുണ്ട്. തൃപ്പൂണിത്തറ അമ്പലത്തിൽ വെച്ചിട്ട് എന്തോ ചോറിന്റെ പ്രശ്നത്തിൽ എന്തൊക്കെ ഉണ്ടായി. ഇവൻ കത്തി എടുത്തെന്നാണ് അവര് പറയണത്, കമ്മിറ്റിക്കാരി. പക്ഷെ ഇവൻ കത്തിയൊന്നും എടുക്കൂല, അങ്ങനത്തെ ഒരാളൊന്നുമല്ല അവൻ. പക്ഷെ കമ്മിറ്റിക്കാരി ഇവനെ കയറ്റാൻ പറ്റും, തല്ലുവരത്തി തല്ലിയില്ല, ഇവനെ കയറ്റാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോ എന്ത് ചെയ്യും? അത് മമ്മൂട്ടി എന്ന് വെച്ചാൽ മെയിൻ വടക്കം വീരാണ് അവതരിപ്പിക്കണത്. അതിന് മമ്മൂട്ടിയായിട്ട് ഇവൻ ചെയ്യണം. അപ്പൊ ഒരു രക്ഷയില്ല. പരിപാടി പൊളിഞ്ഞു വെച്ചിട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോ ട്രൂപ്പ് മാനേജർ എന്നെ വിളിച്ചു പറഞ്ഞു, പരിപാടി കയറിയിട്ടാന്ന് വെച്ച് എന്ത് അവനെ കയറ്റാൻ പറ്റുള്ളൂ എന്നാ പറഞ്ഞേക്കണത്. അപ്പൊ എന്ത് ചെയ്ത്? പിഷാരടി കയറി. എന്റെ ദൈവമേ! പക്ഷേ അവൻ ഒരു ഡയലോഗ് പോലും തെറ്റിച്ചില്ല. രൂപത്തിലൊന്നും ആ പരിപാടി ഭംഗിയായിട്ട് കൊണ്ടുപോയി. അതവന്റെ കഴിവാണ്. പ്രസാദ്, നിങ്ങൾ ആ സമയത്തൊക്കെ എവിടെയായിരുന്നു? ഒരു ക്യാമറ വെച്ച് തലേദിവസം അമ്പലത്തിൽ പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ ഒരു തലതൊട്ടപ്പൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു കിങ് അല്ലെങ്കിൽ ലീഡർ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിലെ ജീനിയസ് എന്ന് പറയുന്ന വ്യക്തി ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ഫുൾ ചേട്ടൻ പറഞ്ഞതുപോലെ വീടിന്റെ പേര് പറഞ്ഞ പോലെ ഒരു ലാഫിംഗ് വീല പോലെ ഒരു ലാഫിംഗ് ഫ്ലോർ ആയി മാറിയല്ലേ? കാരണമുണ്ട്. ഇപ്പൊ 2 സ്ഥലമുണ്ട്. പക്ഷെ ഇദ്ദേഹം ഇങ്ങോട്ട് വന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഇവിടെ ഭൗതികമായിട്ട് ചിന്തിക്കുന്ന കോമഡികളാണ്. സലിമിട്ടും പറയട്ടെ. ആണോ? അങ്ങനെയാണോ? ഞാൻ പോവാണേ. മറ്റേ ജോർജൊക്കെ ഞാൻ നോക്കി. അല്ലല്ല, അതല്ല. സലിമേട്ടൻ ഈ ടിനി ഏറി കയറിയ പിന്നെ ഒരുപാട് കാലമായി കണ്ടിട്ട്. അടുത്ത് കിട്ടിയാൽ ഞാൻ വല്ലപ്പോഴോ വരാറുള്ളൂ. അപ്പൊ ഒന്ന് ഞാനൊന്ന് പണ്ട് ആസ്വദിച്ചോട്ടെ. ഇനി അടുത്ത സത്യനാണ്. അല്ല, അവിടുത്തെ അവിടെ മെമ്പർഷിപ്പ് ചോദിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, സത്യൻ. അതിനൊരു തുടക്കം ഞാൻ ഇട്ടിട്ടുണ്ട് അവിടെ. പിഷാരടിയുടെ. നീ ആരുടെ കൂടെയാണ്? അവിടെയാണ്, ഇവിടെയാണ്? എപ്പ കൂടെ വന്നാലും തനിക്കിട്ട് പണി എടാ ഞാൻ നിന്റെ കൂടെ തന്നെ. സലിംഭായി പറഞ്ഞില്ലേ ലാഫിംഗ് വില്ല എന്നിട്ട് ചിരിപ്പിച്ചുകൊണ്ട് വീട് വെച്ചെന്ന് പറഞ്ഞു. സത്യത്തിൽ പക്രുവിന്റെ ഗിന്നസ് പക്രുവിന്റെ വീടിന് റെയിൽവേ സ്റ്റേഷൻ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇടാത്ത. കാരണം ട്രെയിൻ ഓടിച്ചാണ് അവൻ കാശുണ്ടാക്കിയത്. ഏറ്റില്ല, അത് കട്ട് ചെയ്ത് കളഞ്ഞു. കോമഡി കത്തിച്ചോളാം. അത് കത്തിച്ചോളാൻ പറഞ്ഞില്ല. അത് വന്ദേ മാതറിൽ കയറ്റി വിട്ടു. ട്രെയിൻ കോമഡി അല്ലേ? ട്രെയിനിൽ തന്നെ കയറ്റി വിട്ടു.